ഓക്കെ സി ഞാൻ ആക്ച്വലി ഡൈകാസ്റ്റ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന കൂട്ടത്തില്ല. അപ്പോൾ വെരി ഓഫ്റ്റൻ പറയലോ ഡൈകാസ്റ്റിനൊക്കെ എല്ലാം ഇങ്ങനെ ഈ MRPസിനേക്കാൾ ഒത്തിരി മുകളിൽ ഈ സാധനം സെല്ലാവണം. കാരണം അതിൻ്റെ റയറിറ്റി വെച്ചിട്ടാണ് ഈ സംഭവം, അതാണ് എൻ്റെ ബിസിനസ്. അപ്പോൾ ഞാൻ ഈ MRPയിലാണല്ലേ ഞാൻ വാങ്ങിക്കുള്ളൂ. നമുക്കിപ്പോൾ MRP ക്ലോസ് ടു MRP ആണെങ്കിലും ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അധികം നോക്കി, പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഈ ഡൈകാസ്റ്റ് മോഡൽസിൽ അധികം ശ്രദ്ധിക്കാത്ത മീൻസ് തഴഞ്ഞിട്ടേക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ മെജോറൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ മോഡൽസിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഡീറ്റെയിലിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ വിലക്കുറവായിരിക്കും. അങ്ങനെ ഒരു ബ്രാൻഡാണ് മെജോറൈറ്റ്. അപ്പോൾ റീസെന്റ് മെജോറൈറ്റ് കുറച്ച് അടിപൊളി സാധനങ്ങളുണ്ടെന്നാണ് കറക്റ്റ് തന്നു. അപ്പോൾ അതിന് 179 ഉള്ളൂ. 179 ഉള്ളൂ. അതിന്റെ ഡീറ്റെയിലിംഗ് നല്ല ഡീറ്റെയിലിംഗ്. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അടിപൊളിയാണല്ലോ എന്ന് തോന്നി. പിന്നെ മെജോറിറ്റി ആയതുകൊണ്ട് എനിക്കൊരു വാങ്ങിക്കാൻ ധൈര്യമില്ല. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരാൾ ഇതേപോലെ വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടു. മെജോറൈറ്റ് കുക്ക് ദിസ് ടൈം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത് സംഭവം അടിപൊളിയാണ്. എന്നിട്ട് ഇത് സംഭവം ഈ ഡോഡ്ജ് ചാർജറിന്റെ 2 മോഡൽസാണ് അവർ മെയിൻലി 179 സെറ്റ് ഇറക്കിയതിൽ നല്ലത് ഡോഡ്ജ് ചാർജറിന്റെ മോഡൽസാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു, ഞാൻ കാണിക്കാം. സംഭവം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് 179 നമ്മൾ സത്യം പറഞ്ഞ സ്റ്റീൽ ഡീലാണ്. നമ്മൾ ഇതിപ്പം ഹോട്ട് വീൽസിന്റെ ആണ് 179 ഇറങ്ങുന്നെങ്കിൽ ഒരിക്കലും ഈ റേഞ്ച് കിട്ടില്ല. കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും ആവും. അപ്പം പിന്നെ ഡീറ്റെയിലിംഗ് നിങ്ങൾ കണ്ടോ, എന്താ പറയാ, അത് ഡീറ്റെയിലിംഗ് ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ല. മീൻസ് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു മോഡൽസിന് ഉള്ള എന്താ പറയാ ഡീറ്റെയിലിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, ഇതൊന്നുമില്ല. പിന്നെ ഇതിന്റെ സെയിം സാധനം ഒരു ബ്ലാക്ക് ഒരു പോലീസ് കാറിന്റെ വെർഷൻ ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ ഈ സെയിം സാധനമാണ്, പക്ഷെ ഇതിന്റെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയി. എനിക്ക് ഇഷ്ടം, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ്. ഓക്കെ. പിന്നെ മറ്റേതിന്റെ ടയറിനേക്കാളും കുറച്ചുകൂടി ഈ ടയറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ. ഇതിന്റെ അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ കാർഡ് ചെറുതാണ്, അവിടെ അവർ പൈസ ലാഭിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ അവരിത് ലൈക്ക് അവർ ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ട് അവരുടെ സെയിൽസ് കൂട്ടാനായിട്ട്. കാരണം ഇതിന്റെ കാർഡ് സംഭവങ്ങളൊക്കെ ചെറുതാണ്. പക്ഷെ 1:64 ആണ്. കാറിന്റെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. മെറ്റീരിയലിൽ അവർ അടിപൊളിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈ അലങ്കാരപ്പണികളൊക്കെ കുറച്ചിട്ടുണ്ട്. അവിടെയാണ് അവർ പൈസ ലാഭിച്ചതെന്ന്. എനിവേ, അപ്പോൾ ഇത് 179 കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചത് സ്റ്റീൽ ഡീലാണ്. ഇപ്പൊ 179 അവൈലബിൾ ആണ്. കുറച്ചാൾ കഴിയുമ്പോൾ അത് മിക്കവാറും കയറി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ സം റീസൺ ഇതിന്റെ എന്താ പറയാ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ സെയിം സാധനം ഇപ്പൊ അല്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഹോട്ട് വീൽസിന്റെ ഡോട്ട് ചാർജേഴ്സിന്റെ ഒക്കെ വിലയൊക്കെ ഏത് റേഞ്ചിൽ അവർ നോക്കിയാൽ മതി. ഹോട്ട് വീൽസിന്റെ MRP മെയിൻലൈൻ MRP വരുന്ന 179. പക്ഷെ അതിന്റെയൊക്കെ ഡോട്ട് ചാർജറിന്റെ പ്രൈസ് ഞാൻ 499 താഴെ കണ്ടിട്ടേ ഇല്ല, ഷിപ്പിംഗ് ചാർജസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ അറിയാമല്ലോ, ഇത് ശരിക്കും ഒരു സ്റ്റില്ലിലാണ്. വാങ്ങിക്കാൻ കളക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാം.